മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുസ്ലിം പെൺകുട്ടികൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ആയിഷ മുഹമ്മദ് അവരുടെ അനുഭവത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇവരുടെ ഭർത്താവ് ഇവരോട് ചെയ്തിട്ടുള്ള അനീതിയെ കുറിച്ചാണ് ഇവർ തുറന്നു പറയുന്നത്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. ഞാനൊരു സമരത്തിലാണ്. ഇന്നേക്ക് 12 ദിവസമാകുന്നു ഞാൻ ആ സമരം തുടങ്ങിയിട്ട്. 2 ഉദ്ദേശങ്ങളാണ് ആ സമരത്തിനുള്ളത്. 2 ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ആദ്യം നമുക്ക് ഉദ്ദേശത്തിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്. അദ്ദേഹം ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ എൻ്റെ മകളെയും ഒരു അപഹാസ്യ കഥാപാത്രമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കല്യാണം നടത്തിക്കൊടുത്ത മഹലും എൻ്റെ മഹലും നമ്മുടെ ജീവിതം ഇങ്ങനെയായതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരിക. അതല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിശദീകരണം തരിക. രണ്ടാമത്തെ ആവശ്യം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി താമസിക്കാനായി എനിക്ക് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെ കയറി താമസിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് SHOക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓർഡർ കംപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വാതിൽ പൂട്ടി. ആദ്യം വാതിൽ പൂട്ടി, പിന്നെ കറണ്ട് കട്ടാക്കി, പിന്നെ വെള്ളം കട്ടാക്കി. ഒരു സമയത്തിൽ അവർ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും എന്നെ അവിടെ കയറ്റില്ല എന്നുള്ളൊരു വാശി പുറത്തു നിൽക്കുകയാണ്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുക. ഇത് രണ്ടാണ് എൻ്റെ സമരത്തിൻ്റെ ഉദ്ദേശം. എൻ്റെ ആവശ്യം, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ ഉപ്പ കല്യാണ സമയത്ത് തന്നിട്ടുള്ള 100 പവൻ സ്വർണം, അതേപോലെ ആ കാലഘട്ടത്തിൽ പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള 15 ലക്ഷം രൂപ, ഇതൊക്കെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എന്നിൽ നിന്നും അപഹരിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ മുതലല്ലല്ലോ. എനിക്കത് തിരിച്ചു തരിക, മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം അർഹിക്കുന്ന പോലെ എനിക്ക് തരിക. നാളിതുവരെ മെയിൻ്റനൻസ് ഒന്നും കൊടുക്കാതെ സൈഡാക്കി കൊണ്ടിട്ട് നടക്കുന്ന എൻ്റെ മകളെ വേണ്ട വിധത്തിൽ പരിഗണിച്ച് അവൾക്ക് വേണ്ടി അത് ചെയ്യുക. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ 1-2-3 ദിവസത്തിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ള ആവശ്യമാണ്. ഞാനൊരിക്കലും ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനത്തെ 2ാം കല്യാണങ്ങളിലൊന്നും നമ്മളെ കേൾക്കാൻ അവിടുത്തെ മഹലൂല ഇവിടുത്തെ മഹലൂല. അത് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ 2ാം കല്യാണം നടത്തി കൊടുത്ത മഹലും അതിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല, നമ്മുടെ സ്വന്തം മഹലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഈ അരാജകത്വം, ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറണം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ആവശ്യം. നിങ്ങൾ കേട്ടില്ലേ? ഇവരൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇവരുടെ ഭർത്താവ് ചെയ്തത് എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം. ഇവർക്ക് പകരം ഒരു ഹിന്ദു സ്ത്രീയോ ഒരു ക്രിസ്ത്യൻ സ്ത്രീയോ ആയിരുന്നെങ്കിൽ അവരുമായിട്ട് അവരുടെ ഭർത്താവ് വിവാഹമോചനം നടത്താതെ മറ്റൊരു വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ നിയമപ്രകാരം 7 വർഷമാണ് തടവുണ്ടാകും. അതും ഭാര്യയെ അറിയിക്കാതെ വിവാഹം കഴിച്ചാൽ പരമാവധി 10 വർഷം വരെ കഠിന തടവ് ഈ രാജ്യത്തുണ്ട്. എന്നാൽ മുസ്ലിം സ്ത്രീകളോട് ഇവിടത്തെ ആളുകൾ ഈ പറയുന്നത് പോലെ ഭർത്താക്കന്മാര് രണ്ടാമത് ഇവരെ അറിയിക്കാതെ ചെയ്താൽ ഇവിടെ ഒരു പ്രശ്നമില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനാണ് ഏക സിവിൽ കോഡ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. ഈ സ്ത്രീ, അതായത് ആയിഷ മുഹമ്മദ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ഇവരെ അറിയിക്കാതെ, ഒന്ന് ഓർത്തു നോക്കണോ, 100 പവൻ 15 ലക്ഷം രൂപ, അതും കുറച്ച് മുമ്പത്തെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടാവും? അതൊക്കെ വാങ്ങിയിട്ട് വിവാഹം കഴിച്ച ഒരുത്തനാണ് ഇവരെ പോലും അറിയിക്കാതെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇവർക്ക് എന്ത് നീതി എങ്ങനെയാ കിട്ടുക? ഇവർക്ക് മറ്റൊരു വിവാഹം കഴിച്ചതിനെതിരെ ഒരു മുസ്ലിം സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എങ്ങനെയാ പരാതി കൊടുക്കുക? ഇത് മതപരമായിട്ട് ശരിയാണ്, അതിന് പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തില്ലേ? ഇവിടെ ഹിന്ദു സ്ത്രീകൾക്കും ക്രിസ്ത്യൻ സ്ത്രീകൾക്കുമുള്ള അതേ നീതി നമ്മുടെ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്കും ഉണ്ടാവണം എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണ് നരേന്ദ്രമോദി ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട്
വലിയ വലിയ സൗകര്യം മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ച സമയത്ത് നരേന്ദ്രമോദി സർക്കാർ എന്തോ മതത്തിനെതിരെ എന്ന് ഇവിടെ തെരുവിലിറങ്ങി എത്ര ആളുകള് പ്രകടനം വിളിച്ചിരുന്നു, എത്ര ആളുകള്. ഈ അടുത്ത് പോലും ഒരു മുസ്ലിം മതപണ്ഡിതൻ, ഒരു ഉസ്താദ് തന്റെ മകളെ മുത്തലാഖ് ചൊല്ലി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ അവകാശം ആ മുത്തലാഖ് നിരോധിച്ചതിലൂടെ നരേന്ദ്രമോദി സർക്കാർ ആ ഉസ്താദിന് കൊടുത്തിട്ടുണ്ട്. ഈ മുത്തലാഖൊക്കെ നിരോധിച്ചതൊക്കെ ഈ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു വികസനമാണ്, ഏറ്റവും വലിയൊരു സൗകര്യമാണ്. അതായത് അതിനൊക്കെ മുസ്ലിം സ്ത്രീകളൊക്കെ നരേന്ദ്രമോദിയോട് കടപ്പെട്ടിരിക്കുക. ഇത് ഇവിടെ കോൺഗ്രസ് ഭരിച്ചേ മുസ്ലിം സ്ത്രീകൾക്ക് പുല്ല് വിലയാക്കിയിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യം. നമ്മളിതൊക്കെ പറയുമ്പോൾ ഞാനൊരു മുസൽമാനാണ്, എനിക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ തന്നെ നേരിട്ടറിയുന്ന ഒരുപാട് സാധാരണ മുസ്ലിം സ്ത്രീകളുണ്ട്. ഇവര് തന്നെ എടുത്തു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഇത്തരം അനുഭവിക്കുന്നുണ്ട്. ഇവര് പോലും അറിയാതെ മറ്റൊരു വിവാഹം കഴിക്കുക. ഇത് ഹിന്ദു സ്ത്രീയോ ക്രിസ്ത്യൻ സ്ത്രീയോ മറ്റു മതത്തിലെ ഒരു സ്ത്രീയും ഈ രാജ്യത്ത് ആ പ്രശ്നം നേരിടുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിയമപരമായിട്ട് നീതി തേടി കോടതിയെ സമീപിക്കാം. എന്നാൽ ഇവിടെയുള്ള ഒരു മുസ്ലിം സ്ത്രീ അത് അനുഭവിക്കാം. ഇവരൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടായതുകൊണ്ടാണ് ഇവർ തുറന്നു പറയുന്നത്. 100 കണക്കിന് ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. ഇങ്ങനെ ഇഷ്ടം പോലെ മുസ്ലിം സ്ത്രീകൾ ഉണ്ടാവും. നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കണം, ഇവിടെ നമ്മുടെ കേരളമൊക്കെ വിട്ടു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളുണ്ട്, ഇഷ്ടം പോലെ മുസ്ലിം സ്ത്രീകളുണ്ട്. ഈ 2ാം വിവാഹം 3ാം വിവാഹം 4ാം വിവാഹം ഒക്കെ ചറപറ നടത്തുന്നുണ്ട്. അപ്പൊ മുസ്ലിം സ്ത്രീകൾ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നത്. സ്വത്ത് വീതം വെക്കുന്നതിൽ പകുതി, അതായത് സ്ത്രീക്ക് എന്നും കുറവായിരിക്കും. അതേ സമയത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ. എനിക്ക് പെങ്ങന്മാരുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ വീട്ടിലെ സ്വത്ത് എനിക്ക് അധികവും പെങ്ങന്മാർക്ക് കുറച്ച് എന്നൊക്കെ പറയുന്നത് അതിലെന്ത് നീതിയാണുള്ളത്? അതിലൊരു നീതിയുമില്ല. അപ്പൊ മതപരമായിട്ടുള്ള നിയമം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ മതമുണ്ട്. അവിടെയൊക്കെ സ്ത്രീധനത്തിന്റെ കണക്ക് നോക്കിയാൽ പോലും പുരുഷന്മാര് അങ്ങോട്ടേക്കാ. ഇവിടെ കുറെ ആളുകൾ അവർക്ക് തോന്നിയതുപോലെ മതനിയമം ഉണ്ടാക്കിയതാ. എന്റെ ലളിതമായ ചോദ്യ, ഇവിടെ ശരിയാ നിയമപ്രകാരം, മത നിയമപ്രകാരം ഒരു മുസ്ലിം പുരുഷൻ ഈ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണമെന്നുണ്ട്. അങ്ങനെ എറിഞ്ഞങ്ങ് തീർക്കണമെന്ന് ഏതെങ്കിലും മതപണ്ഡിതന്മാർ തെരുവിലിറങ്ങിയിട്ട് ഞങ്ങളെ മതത്തില് ഇന്ന നിയമമുണ്ട്, ഇനി ഇന്ത്യൻ നിയമപ്രകാരമല്ല, ഞങ്ങൾ ഈ നിയമപ്രകാരം അങ്ങ് തീർത്തോളൂ, കട്ടാൽ കൈവെട്ടിക്കോളൂ എന്ന് ഒരു മതപണ്ഡിതനും തെരുവിലിറങ്ങിയിട്ട് പ്രകടനം നടത്തുന്നില്ലല്ലോ. ഇവരെന്തിനാ മുത്തലാഖ് നിരോധിച്ചപ്പോ മതത്തിനെതിരെ എന്ന്? ഇതാരാ ഇറങ്ങുന്നത്? ഇവിടുത്തെ ആളുകളെ കണ്ടാൽ മതി, അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പൊ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നു. അതായത് തോന്നുന്നത് പോലെ മുസ്ലിം പുരുഷന്മാർക്ക് തോന്നിയതുപോലെ പെണ്ണ് കെട്ടാൻ പറ്റൂല. എന്നിട്ട് തെരുവിലിറങ്ങുന്ന ആരാ? ഇതേ ആളുകൾ. കുറെ എണ്ണ കെട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ ഇനി തെരുവിലിറങ്ങും. എന്നിട്ട് ഓരോ മതത്തിനെതിരെ ഈ സ്വത്ത് വീതം വെക്കുന്ന പ്രശ്നം. അതേ സമയത്ത് മത നിയമത്തിലുള്ള ക്രിമിനൽ ലോ അതൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഇതിനൊക്കെ എതിരാണ്. ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ ഡോക്ടർ ആയിഷ മുഹമ്മദൊക്കെ അവരെത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അത് അവർ പറയുന്നതിനേക്കാൾ 1000 മടങ്ങ് അപ്പുറത്തായിരിക്കും. മകളുണ്ട്, അതായത് സ്വന്തം ഭർത്താവ് ഭാര്യ അറിയാതെ മറ്റൊരു വിവാഹം കഴിച്ചിട്ട് അവർക്ക് നീതി തേടി പോകാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ. മോദി സർക്കാർ അത്തരത്തിലൊരു നീതി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇവരൊക്കെ വലിയ എതിർപ്പും. മുസ്ലിം സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ തന്നെ പിന്തുണയ്ക്കും. ഇവിടെ ഇതൊരു ജനാധിപത്യ രാജ്യ. ഇവിടെ നമുക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ആര് ചെയ്യുന്നോ അവരെ പിന്തുണയ്ക്കണം. നരേന്ദ്രമോദിയൊക്കെ എതിർക്കുന്നവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് അവർക്കൊന്നും അധികാരത്തിൽ തുടരാൻ, അല്ലാതെ ജനങ്ങൾക്കോ നാടിനോ ഗുണം ഉണ്ടാക്കാനല്ല. മുസ്ലിം സ്ത്രീകൾക്ക് ഗുണമുണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഏക സിവിൽ കോഡിനെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയേ പറ്റും. അതിന് ഇവിടെ എതിർത്ത് നിൽക്കുന്നത് UDF സർക്കാരാണ്, മുസ്ലിം ലീഗാണ്, ഇടതുപക്ഷാണ്. ഇതൊക്കെ തന്നെ സകല മുസ്ലിം സ്ത്രീകൾ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയുക.
ഇത് ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയാ. ഇവരോട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, ഏക സിവിൽ കോഡ് രാജ്യത്ത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കട്ടെ.